നമ്മുടെ വീട് പണി എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് എത്ര രൂപ നമുക്ക് ചിലവാകുമെന്നാണ് ഫസ്റ്റ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെ ആരെങ്കിലും പറഞ്ഞ് നമ്മളൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഒരു ഏകദേശ ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ ഒത്തുവരുന്ന ഒരു 2D ഡ്രോയിങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ശേഷം ഒരു 3D ഡ്രോയിങ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഡിസൈനേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിൻ്റെയൊക്കെ കയ്യിൽ കൊടുത്തതിന് ശേഷം പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിച്ചിട്ട് വീട് ചെയ്യണം, അതുപോലെ നമ്മുടെ എലിവേഷൻ ഇന്ന രീതിയിലേക്ക് വരണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എന്തെന്നാൽ ഒരു 30-40 ലക്ഷം രൂപ മുടക്കുന്ന ഒരു വീടിന് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ ശരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് വരച്ചെടുക്കണം അല്ലെങ്കിൽ വരപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾക്ക് ഇന്നും മടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 2D ഡ്രോയിങ്ങും ഒരു 3Dയും ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് നിർമ്മിക്കാമെന്നുള്ള നമ്മുടെ ആ ഒരു ചിന്ത. ശരിക്കും നമ്മുടെ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിങ് കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് മിനിമം വേണ്ട എന്തൊക്കെ ഡ്രോയിങ് ആണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഒരു വീട് നിർമ്മിക്കാനായിട്ട് ശരിക്കും ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. മലയാളികളുടെ വീട് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് വന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാനൊരു വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു, അപ്പോൾ അതിനേക്കായിട്ട് എന്തൊക്കെ ടൈപ്പ് പ്ലാനുകളാണ് ആവശ്യമെന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിന് താഴെ വന്ന രസകരമായ കമൻസാണ് ശരിക്കും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ചെറിയ വീടാണെങ്കിൽ പ്ലാനിൻ്റെ ഒന്നും ആവശ്യമില്ല ബ്രോ. മറ്റു ചിലരാവട്ടെ പല തരത്തിലാണ് കമൻറ്റുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് വ്യക്തമായ കൃത്യമായ പ്ലാൻ വേണം. അത് അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളിനെ കൊണ്ട് തന്നെ അത് വരപ്പിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ നമ്മുടെ വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിൽ ലെവൽ, അതായത് ഒരു വിൻഡോയുടെ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് വീടിനെ കട്ട് ചെയ്താൽ മുകളിൽ നിന്ന് നമ്മൾ എന്താണോ കാണുന്നത് അതാണ് പ്ലാൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നത്തെയാണ് നമ്മളൊരു സ്കെച്ചിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കെച്ചാക്കി മാറ്റുന്നത്. ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വീട് നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. വീട് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ കടത്തിലായാലും പിന്നെ ഒരിക്കലും സമാധാനത്തോട് കൂടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് നമുക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ സ്വപ്ന ഭവനത്തെക്കുറിച്ചിട്ട് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അവരുടെ കുറേ സങ്കല്പങ്ങളുണ്ടാവും. ഇതെല്ലാം കോർത്തിണക്കിയിട്ട് വേണം നമുക്കൊരു ബിൽഡിംഗ് ഡിസൈനറെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോ എഞ്ചിനീയേഴ്സിനെയോ സമീപിക്കും. എന്നിട്ട് അവരെടുക്കൽ നമ്മുടെ സ്വപ്നത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണ്, നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നിട്ട് എൻ്റെ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് വേണം എനിക്കൊരു പ്ലാൻ തയ്യാറാക്കാനായിട്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പ്ലാനുകൾ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു പ്ലോട്ടിന് അത് ഒരിക്കലും സൂട്ടാവണം എന്നില്ല. ഒരു പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മുടെ ബിൽഡിംഗ് റൂൾ എന്ന് പറയുന്നത്. ഇത് പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഈ എല്ലാ സ്ഥലങ്ങളിലും ബിൽഡിംഗ് റൂളുകൾ ഉണ്ട്. ഈ ബിൽഡിംഗ് റൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്തുമായിട്ട് ഒരു നിശ്ചിത അകലം, അതായത് നമ്മുടെ ഫ്രണ്ട് ഏരിയ ഒരു 3 മീറ്ററും അതുപോലെ തന്നെ സൈഡ്, ബാക്ക് സൈഡ്, ഇതിനൊക്കെ കൃത്യമായ അളവുകൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബിൽഡിംഗ് റൂള് അവർ പറയുന്നുണ്ട്. ഇതനുസരിച്ചിട്ടല്ല നമ്മുടെ ബിൽഡിങ് നമ്മൾ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത് പൊളിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മെയിനായിട്ടാണ് നമ്മുടെ ഡ്രെയിനേജ്, സെപ്റ്റിക് ടാങ്ക്, നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് പാലിച്ചിരിക്കണം. ഇല്ലാത്ത പക്ഷം അതും വേറെ വിഷയങ്ങളിലേക്ക് പോകും. ഒരു വീട് പണിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ കയ്യിലും ഒരു പ്ലാൻ ഉണ്ടാവും, കീ പ്ലാൻ. ഇപ്പോൾ 2 നില വീടാണെങ്കിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ടാവും, ഒരു ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഉണ്ടാവും. ഇത്ര മാത്രമാണ് സാധാരണഗതിയിൽ ഒരു പ്ലാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. എന്നാൽ ശരിക്കും ഒരു വീട് പണിയാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു പ്ലോട്ടിൻ്റെ കൃത്യമായ സ്കെച്ച്, അതിനുശേഷം ഈ പ്ലോട്ടിൽ നമ്മുടെ ബിൽഡിങ് എത്രത്തോളം കവറായിരിക്കുന്നു,
നമ്മുടെ ബിൽഡിംഗ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് എത്രത്തോളം സ്പേസ് കിട്ടും, ഗാർഡനിങ്ങിന് എത്രത്തോളം സ്പേസ് കിട്ടും, ഒരു വണ്ടി കൃത്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എത്രമാത്രം സ്പേസ് കിട്ടും, ഇതെല്ലാം നമ്മുടെ പ്ലോട്ട് സ്കെച്ചിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഫൗണ്ടേഷൻ്റെ ലേഔട്ടാണ്. ഫൗണ്ടേഷൻ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് പിന്നെ RR മെഷീനറി, നമ്മുടെ പാറ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ്സിന് വിഡ്ത്തിനൊക്കെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാവും. ഇനി കോളം ഫൂട്ടിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത്, അതിലേക്ക് എത്രത്തോളം സ്റ്റീൽ യൂസ് ചെയ്യണം, അതിൻ്റെ സ്പാൻ ഡീറ്റെയിൽ, ഇതെല്ലാം തന്നെ ആ ഒരു ഡ്രോയിങ്ങിലേക്ക് ഉണ്ടാവും. പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു 2D പ്ലാൻ, അതായത് നമ്മുടെ ചുമര് കെട്ടേണ്ട ഏരിയ, പിന്നെ അതിൻ്റെ ഒരു സെക്ഷൻ പ്ലാൻ വരും. എത്ര ഹൈറ്റിലാണ് സ്റ്റെയർ, എവിടെ നിന്ന് കട്ട് ചെയ്യുന്നു, ആ സ്റ്റെയർ ഏതൊക്കെ രീതിയിലാണ് പോവുക, ഡിഫറൻറ്റ് വിൻഡോസ് ആണെങ്കിൽ അതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിലേക്ക് വരും. ഈ ഒരു സെക്ഷൻ പ്ലാനിൽ തന്നെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ജോയിനറി ഡീറ്റെയിൽ ആണ്. പണ്ടത്തെ പോലെയല്ല, നമ്മുടെ വിൻഡോസും ഡോഴ്സും ഒക്കെ ഇപ്പോൾ വേറെ ലെവലാണ്. നമ്മൾ പണ്ട് ഒരു 150 140 ഹൈറ്റിൽ വിഡ്ത്തിൽ കൊടുത്തിരുന്ന വിൻഡോസൊക്കെ ഇന്ന് വളരെ വൈഡായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് കൺസെപ്റ്റൊക്കെ ഉള്ളത് നമ്മുടെ പഴയ കാലത്തതുപോലെ തന്നെ ടോപ്പ് ഓപ്പൺ കൊടുത്തു. അതായത് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലേക്കാണ്. മാത്രമല്ല വളരെ വൈഡായിട്ടാണ്. അതുപോലെ UPVC വിൻഡോകൾ സ്ഥാനം പിടിച്ചു. അങ്ങനെ വന്ന സമയത്ത് ഭയങ്കരമായി വൈഡായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായ അളവുകളും അതുപോലെ തന്നെ എത്രത്തോളം ഓപ്പണിംഗ് വേണം എന്നൊക്കെ നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കും. ഇനി മറ്റൊന്നാണ് ഫർണിച്ചർ ലേഔട്ട്. നമ്മുടെ പല വീഡിയോസിലായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഫർണിച്ചർ ലേഔട്ട്. അതായത് നമ്മുടെ ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ കൃത്യമായ അളവും സ്ഥാനവും. ഇത് ചെയ്താലുള്ള ഉപയോഗം, ഇപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള കട്ടിലാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ സൈഡ് ടേബിളൊക്കെ പോയാൽ നമുക്ക് ഇതിനകത്തേക്ക് എത്ര സ്പേസ് കിട്ടുമെന്നുള്ളത്. അതുപോലെ അതിനകത്തൊരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ അതിന് വിൻഡോസിൻ്റെ കൃത്യമായ സ്ഥാനം. പലപ്പോഴും നമ്മൾ പ്ലാനുകൾ എടുത്ത് പരിശോധിച്ചാൽ വിൻഡോസ് എപ്പോഴും 2 വോളിൽ വിൻഡോസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും സെൻറ്ററിലായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് നമ്മൾ കട്ടിലോ വാർഡ്രോബൊക്കെ ഇടുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് വരികയും ഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ റൂം അഭംഗിക്കേടായിട്ടൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഫർണിച്ചർ ലേഔട്ടുകൾ ചെയ്യുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ പ്ലംബിംഗ് ലേഔട്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലേഔട്ട്. ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ലേഔട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് നേരത്തെ തന്നെ എവിടെയൊക്കെ പ്ലഗ് പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഏതൊക്കെ സ്വിച്ച് വേണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജിൻ്റെ കൃത്യമായിട്ടുള്ള പോയിൻറ്റ്, ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ അത്, ഇനി വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് പിന്നീട് എപ്പോഴെങ്കിലും പ്ലംബിങ്ങിൻ്റെയോ ഇലക്ട്രിക്കലിൻ്റെയോ വർക്ക് വന്നാൽ, ഏതൊരു ജോലിക്കാരൻ വന്നാലും ഈ ഒരു ലേഔട്ട് നോക്കിയിട്ട് അവർക്ക് ഈസി ആയിട്ട് എവിടെയൊക്കെയാണ് പോയിൻറ്റ് ഇലക്ട്രിക് ലൈനിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നാണ് മെയിനായിട്ട് നമ്മുടെ ഫ്ലോറിംഗ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ആരും ചിന്തിക്കാത്ത കൂടി കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ ഫ്ലോറിംഗ് ലേഔട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് സൈസിലുള്ള ഫ്ലോറിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുക എന്ന് നേരത്തെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി അനാവശ്യമായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഇത്തരം മെറ്റീരിയലുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഷോപ്പുകളിൽ പോയിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വേണമെന്ന് പറയുന്നതിലുപരി നമുക്ക് ഇത്ര പീസ് ഗ്രാനൈറ്റ് ടൈൽസ് വേണമെന്ന് ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. ഒരു ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും ഡ്രോയിങ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ശരിക്കും അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വർക്കിനെ വളരെയധികം സഹായിക്കും. അപ്പം നിങ്ങളുടെ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.